ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാനും പോകുന്നില്ലാത്ത ഒരാളോടുള്ള സ്നേഹത്തിൻ്റെ കഥ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒരു യാത്ര പോകുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് വണ്ടി കേടായി തൊട്ടടുത്ത് കണ്ട ഒരു വീട്ടിൽ വണ്ടി കയറ്റി വെച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തു. രണ്ടുപേരും മെക്കാനിക്കിനെ വിളിക്കാൻ പോയി. കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ അവിടുത്തെ വീട്ടുകാരനായിട്ട് നല്ല സൗഹൃദത്തിലായി. ആ വീടിൻ്റെ മുറ്റത്ത് വളരെ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ പൂന്തോട്ടത്തിൻ്റെ ഒരു വശത്ത് ധാരാളം ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. മറ്റൊരു വശത്ത് തൊട്ടാവാടി മാത്രമേ ഉള്ളൂ. നിറയെ തൊട്ടാവാടി, വേറെ ഒരു ചെടിയും അവിടെയില്ല. ഞങ്ങൾക്ക് വല്ലാത്ത കൗതുകം തോന്നി. ഇതെന്താ ഇങ്ങനെ? ഞങ്ങൾ ആ വീട്ടുകാരനോട് ചോദിച്ചു, ഇതെന്താ ഈ ഭാഗത്ത് തൊട്ടാവാടി മാത്രം വളർത്തിയിരിക്കുന്നത്? ആ ചോദ്യം കേട്ടതും വീട്ടുകാരൻ്റെ മുഖം മാറി, അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾക്ക് വല്ലാതായി. ഞാൻ അയാളോട് സോറി പറഞ്ഞു. ഏയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അയാൾ കണ്ണു തുടച്ചു. അല്പനേരം മിണ്ടാതിരുന്നിട്ട് അയാൾ ആ കഥ പറഞ്ഞു. ആ തൊട്ടാവാടി നട്ടതും വളർത്തുന്നതും എല്ലാം അയാളുടെ 16 വയസ്സുള്ള മകനാണ്. അയാൾക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. അവന് മുന്നേ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു അയാൾക്ക്. 6 വയസ്സുള്ളപ്പോൾ ഒരു അസുഖം ബാധിച്ചിട്ട് അവൾ മരിച്ചുപോയി. അന്ന് ഈ മകനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന സമയമായിരുന്നു. പിന്നീട് അവനെ പ്രസവിച്ചു. വളരും തോറും അവൻ വീട്ടിൽ നിന്നും ബന്ധുവീട്ടുകളിൽ നിന്നും ഒക്കെ ഈ ഒരു കാര്യമാണ് എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത്. അവനൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവളുടെ കുഞ്ഞനുജനെ കാണാൻ അവൾ ഒരുപാട് ആശയോടെ കാത്തിരുന്നിരുന്നു. അവൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് അസുഖം മൂർച്ഛിച്ചിട്ട് അവൾ മരണപ്പെട്ടത്. വേറൊരു കാര്യം കൂടി അവൻ വീട്ടുകാരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് പിണങ്ങുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു തൊട്ടാവാടിയായിരുന്നു അവൾ. ഇതിങ്ങനെ കേട്ട് കേട്ട് വളർന്ന അവന് 3-4 വയസ്സായപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൂട്ടുകാരൊക്കെ ഒരു ചെടി വെച്ച് കളിക്കുന്നുണ്ടോ. ആരോ പറഞ്ഞു അതിൻ്റെ പേരാണ് തൊട്ടാവാടി എന്ന്. ആ കുഞ്ഞു മനസ്സിൽ പെട്ടെന്ന് ആ വാക്ക് മാറ്റുലി കൊണ്ടു. തൊട്ടാവാടി. എന്നെ കാണാൻ ദിവസങ്ങളെണ്ണി കാത്തിരുന്ന എൻ്റെ ചേച്ചി. പിന്നെ എല്ലാ ദിവസവും അവൻ ആ തൊട്ടാവാടിക്കരികിൽ പോയിരുന്ന് വർത്താനം പറയാനും അതിന് തൊട്ട് തലോടാനൊക്കെ തുടങ്ങി. വർഷങ്ങളോളം അവനത് തുടർന്നു. മുതിർന്നപ്പോൾ ഇത് തൻ്റെ ചേച്ചിയല്ല എന്ന് അവന് മനസ്സിലായെങ്കിലും അവൻ്റെ മനസ്സത് ആക്സെപ്റ്റ് ചെയ്തില്ല. പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ വീടിൻ്റെ ഒരു വശം നിറയെ അവൻ തൊട്ടാവാടി വളർത്തി. ഇന്നും അവൻ അതിൻ്റെ അടുത്ത് പോയിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അയാൾ കഥ പറഞ്ഞ് തീരുമ്പോഴേക്കും ആ കുടുംബവുമായിട്ട് ഒരു മുൻപരിചയമില്ലാത്ത ഞങ്ങളുടെ കണ്ണും നിറഞ്ഞിരുന്നു.